Good morning friends, welcome to BioGlobe. Today we are going to discuss the topic Staphylococcus aureus. Staphylococcus aureus എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മളെ ഫിഫ്ത്ത് സെം മൈക്രോബയോളജിയിൽ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് Staphylococcus aureus. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് Staphylococcus aureusനെ പറ്റി പഠിക്കാം. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് Staphylococcus aureusനെ പറ്റി പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ഓർഗാനിസമാണ്, അപ്പോൾ അതുകൊണ്ട് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹിസ്റ്ററി. Staphylococcus aureus എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് കോക്കൈ അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ്. ദേ കോസ് സപ്പറേറ്റീവ് ലീഷൻസ് ഓർ സപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ്. ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് വോൺ റക്ലിംഗ് ഹോസൻ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് 1871. പിന്നെ ദ ഫസ്റ്റ് ഐസൊലേറ്റഡ് ബൈ പാസ്റ്റർ ഇൻ 1880. 1880 ലൂയിസ് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് എ കോസറ്റീവ് റോൾ ഇൻ പയോജനിക് ഇൻഫെക്ഷൻ വാസ് പ്രൂവ്ഡ് ബൈ സർ അലക്സാണ്ടർ ഓക്സ്റ്റൺ. പയോജനിക് ഇൻഫെക്ഷൻ ദാറ്റ് മീൻസ് വൂണ്ട് റിലേറ്റഡ് അല്ലെങ്കിൽ പസ് റിലേറ്റഡ് ഇൻഫെക്ഷൻസിനൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരനാണ് Staphylococcus aureus. അപ്പോൾ അതിൻ്റെ പയോജനിക് ഇൻഫെക്ഷൻ്റെ റീസൺ കണ്ടുപിടിച്ചത് നമ്മുടെ സർ അലക്സാണ്ടർ ഓക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഫസ്റ്റ് ദെൻ സെക്കൻഡ് പോയിന്റ് മോർഫോളജി. ഏത് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും മോർഫോളജി ഉണ്ടായിരിക്കും. മോർഫോളജി എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് കോക്കൈ വിത്ത് 1 micrometer in diameter. Second point is that arranged in clusters, that means grouply arranged or grape-like arrangement or cluster arrangement. Due to the cell division occurring in 3 planes, 3 പ്ലെയിനിൽ സെൽ ഡിവിഷൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഡോട്ടർ സെൽസ് റിമെയിൻ ക്ലോസ് ടുഗദർ. ഡോട്ടർ സെൽസ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്, സെൽ ഡിവിഷൻ 3 പ്ലെയിനിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ക്ലസ്റ്ററായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് നോൺ മോട്ടൈലാണ്, മോട്ടിലിറ്റി ഇല്ല, നോൺ സ്പോറിംഗ് ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എയറോബ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബ്. എയറോബ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ വളരുന്നതാണ്. ഫാക്കൽറ്റേറ്റീവ് അനേറോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് പറ്റും, കുറച്ചു നേരം ഓക്സിജൻ ഇല്ലാതെ അവർക്ക് പറ്റും. സോ എയറോബ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ് ഉണ്ട്. ദെൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് 37 degrees Celsius. ദ റേഞ്ച് ഈസ് ബിറ്റ്വീൻ 12 to 44 degree Celsius. ഒപ്റ്റിമം ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്, അതിൻ്റെ റേഞ്ച് വരുന്നത് 12 to 44 ഡിഗ്രിയാണ്. ദെൻ ഒപ്റ്റിമം pH ഈസ് 7.5. ഒപ്റ്റിമം pH വരുന്നത് 7.5 ആണ്. ഇറ്റ് ക്യാൻ ഗ്രോ ഓൺ ഓർഡിനറി മീഡിയ. നമ്മളെ സാധാരണ ന്യൂട്രിയൻ്റെക്കാർ പോലും തുടങ്ങിയിട്ടുള്ള എല്ലാ മീഡിയാസിലും അതിന് വളരാൻ പറ്റുമെന്ന കാര്യം മനസ്സിലാക്കുക. 37 degree Celsius ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് കഴിഞ്ഞാൽ മീസോഫിലിക് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് അത് വരിക. ദെൻ മീഡിയ ആൻഡ് കോളനി ക്യാരക്ടറിക്സ്. ഓരോ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ മീഡിയ ആൻഡ് കോളനി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ മീഡിയയിലാണ് ഓർഗാനിസം വളരുക, ഏതൊക്കെ ടൈപ്പ് കോളനിയാണ് ഓർഗാനിസം ഫോം ചെയ്യുക എന്നുള്ളത്. ഓൺ ന്യൂട്രിയൻ്റ് അകാർ. ന്യൂട്രിയൻ്റ് അകാറിലാണെങ്കിൽ ലാർജ് 2 to 4 millimeter in diameter colonies, round, smooth, raised, opaque, shiny, easily emulsifiable colonies. ഇപ്പോൾ ലാർജ് കോളനീസ് ആയിരിക്കും, 2 to 4 millimeter ആയിരിക്കും, റൗണ്ട് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, റൈസ്ഡ് ആയിരിക്കും, ഒപ്പാക്ക് ആയിരിക്കും. ദെൻ ഷൈനി കളേർഡ് ആയിട്ടുള്ള കോളനി ആയിരിക്കും. ഇമൽസിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടായിരിക്കും. Then most of the strains of Staphylococcus aureus produce golden yellow pigment. Okay. Then pigment is lipoprotein allied to carotene in nature. The pigment is lipoprotein in nature. Then the pigment production is enhanced by aerobic incubation at 25 degrees Celsius. 25 degree Celsius aerobic incubation നടത്തിയിട്ടാണ് നമ്മുടെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. Then culture on 1% glycerol monoacetate agar. 1% ഗ്ലിസറോൾ മോണോഅസെറ്റേറ്റ് അകാറിലും അതുപോലെ തന്നെ കൾച്ചർ ഓൺ മിൽക്ക് അകാർ, ഇതിലൊക്കെ നമ്മൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിഗ്മെന്റ് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ന്യൂട്രിയൻ്റ് അകാർ സ്ലാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ പെയിൻ്റ് അപ്പിയറൻസ് ആയിരിക്കും. ബ്ലഡ് അകാറിലാണെങ്കിൽ ന്യൂട്രിയൻ്റ് അകാറിൻ്റെ അതേപോലത്തെ സിമിലർ കോളനീസ് ആയിരിക്കും. ബട്ട് എക്സിബിറ്റ് ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി. ഹീമോളൈറ്റിക് 2 തരമുണ്ട്, ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. അതിൽ ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടിയാണ് കാണുന്നത്, എസ്പെഷ്യലി ഓൺ ഷീപ്പ് ആൻഡ് റാബിറ്റ് ബ്ലഡ് അകാർ. ഇപ്പോൾ ഷീപ്പ് ബ്ലഡ് അകാർ, റാബിറ്റ് ബ്ലഡ് അകാറിലൊക്കെ അവർ ന്യൂട്രിയൻ്റ് അകാറിനെ പോലത്തെ കോളനീസ് ആയിരിക്കും, പക്ഷേ
ബീറ്റ ഇമോളൈറ്റി പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ദെൻ മെക്കോങ്കി അഗാർ നമുക്കറിയാം ലാക്ടോസ് ഫെർമെൻറ്റിങ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റഫിലോക്കസ് ഓറിയസ് ഓൺ മെക്കോങ്കി അഗാർ ഫോമിങ് സ്മോൾ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസ്, ദാറ്റ് ഈസ് പിങ്ക് കളേർഡ് കോളനീസ് ആർ ഫോംഡ്. ദെൻ സെലക്റ്റീവ് മീഡിയ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ടോളറേറ്റ് 5-10% NaCl ആൻഡ് ലിഥിയം ക്ലോറൈഡ്. അതായത് NaCl-ലും ലിഥിയം ക്ലോറൈഡിലും ഇത് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത സെലക്റ്റീവ് മീഡിയയാണ് ടെലൂറൈറ്റ് ആൻഡ് പോളിമിക്സിൻ. അതായത് ടെലൂറൈറ്റിനും പോളിമിക്സിനൊക്കെ സെലക്റ്റീവ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് സാൾട്ട് മിൽക്ക് അഗാർ സ്റ്റെഫിലോക്കസ് ഓറിയസിൻ്റെ സെലക്റ്റീവ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ മാനിറ്റോൾ സാൾട്ട് അഗാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലക്റ്റീവ് ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. അതിൽ യെല്ലോ കളേർഡ് ആയിട്ടുള്ള കോളനീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മാനിറ്റോൾ സാൾട്ട് അഗാർ പ്രധാനപ്പെട്ടതാണ്, കാരണം സ്റ്റെഫിലോക്കസ് ഓറിയസിൻ്റെ ഒരു സെലക്റ്റീവ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മാനിറ്റോൾ സാൾട്ട് അഗാർ. അതിൽ യെല്ലോ കളേർഡ് ആയിട്ടുള്ള കോളനീസാണ് നമുക്ക് കിട്ടുക എന്ന് മനസ്സിലാക്കുക. ദെൻ ബയോകെമിക്കൽ റിയാക്ഷൻസ്, ഓരോ ഓർഗാനിസത്തെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ബയോകെമിക്കൽ റിയാക്ഷൻസ് ലാബിൽ ചെയ്ത് നോക്കാറുണ്ട്. അതിൽ ബയോകെമിക്കൽ റിയാക്ഷൻസിൽ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് എന്തൊക്കെ നോക്കാം. ദേ ഫെർമെൻറ്റ് മെനി ഷുഗേഴ്സ് വിത്ത് ആസിഡ്. അതായത് സ്റ്റെഫിലോക്കസ് ഓറിയസിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ട്, ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ കാറ്റലൈസ് ടെസ്റ്റ് പോസിറ്റീവ്, ദെൻ പ്രൊഡ്യൂസേഴ്സ് ഫോസ്ഫറ്റേസ് എൻസൈം, ദേ ലിക്വിഫൈസ് ജലാറ്റിൻ ആൻഡ് നൈട്രൈറ്റ് റിഡക്ഷൻ ഈസ് പോസിറ്റീവ്. ദെൻ ഇംവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിക്കൽ റിയാക്ഷൻസിലെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇൻഡോൾ ടെസ്റ്റ് നെഗറ്റീവാണ്, MR VP സിട്രേറ്റ് ആർ പോസിറ്റീവ്. ഇൻ ദ കേസ് ഓഫ് സ്റ്റെഫിലോക്കസ് ഓറിയസ് ഇൻഡോൾ ടെസ്റ്റ് ഇസ് നെഗറ്റീവ്, MR VP citrate are positive in Staphylococcus aureus. Then what are the characteristic features of Staphylococcus aureus? First point is that coagulase production. Second point, deoxyribonuclease production, mannitol fermentation, beta hemolytic property on blood agar, then golden yellow pigment production, then gelatin liquefaction, phosphatase production, tellurate reduction. These are the characteristic features of Staphylococcus aureus. ദെൻ ഏത് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും റെസിസ്റ്റൻ്റ് ഓർ സെൻസിറ്റീവ് ഫാക്ടേഴ്സ്, ഒരു ഓർഗാനിസം ഏതൊക്കെ കോമ്പൗണ്ടിനോടാണ് റെസിസ്റ്റൻറ്റ്, ഏതൊക്കെ കോമ്പൗണ്ടിനാണ് സെൻസിറ്റീവ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സ്റ്റെഫിലോക്കസ് ഓറിയസ് ഈസ് കിൽഡ് ബൈ ഹീറ്റ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഓർ 62 ഡിഗ്രി സെൽഷ്യസ് ഇൻ 30 മിനിറ്റ്സ്. 60 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാലോ അല്ലെങ്കിൽ 62 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാലോ ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ദെൻ ദ ഓർഗാനിസം ഈസ് സെൻസിറ്റീവ് ടു ഫീനോൾ ആൻഡ് അനിലിൻ ഡൈസ് ലൈക്ക് ക്രിസ്റ്റൽ വയലറ്റ് പോലുള്ള അനിലിൻ ഡൈസിനോടൊക്കെ സെൻസിറ്റീവാണ്. ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുള്ള ഫീനോളിനോട് സെൻസിറ്റീവാണ്. ദ ഓർഗാനിസം റിമെയിൻ വയബിൾ ഫോർ 2 to 3 months ഇൻ ഡ്രൈ പസ്സിൽ മുറിൻ്റെ മേലുണ്ടായിരിക്കും പസ്. അപ്പോൾ ഡ്രൈ ഫോമിലുള്ള പസ്സിൽ 2 to 3 months വയബിളായിട്ട് നിൽക്കാൻ പറ്റും. ദെൻ റെസിസ്റ്റൻറ്റ് ടു ലൈസോസൈം ആൻഡ് സെൻസിറ്റീവ് ടു ലൈസോസ്റ്റാഫിൻ. ലൈസോസൈം പോലുള്ള എൻസൈംസിനോട് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ടു ലൈസോസ്റ്റാഫിൻ കോമ്പൗണ്ട്സ്. ദെൻ റെസിസ്റ്റൻറ്റ് ടു പെനിസിലിൻ ആൻഡ് സെഫാലോസ്പോറിൻ ആൻറ്റിബയോട്ടിക്. അതായത് പെനിസിലിൻ സെഫാലോസ്പോറിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കിനോട് ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ അഫിനിറ്റി ഓഫ് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ഓഫ് സെൽ വാൾ വിത്ത് ബീറ്റാലാക്ടം ആൻറ്റിബയോട്ടിക്. ബീറ്റാലാക്ടം ആൻറ്റിബയോട്ടിക്കിൻ്റെ സെൽ വാളിൽ ഉള്ള പെനിസിലിൻ അല്ലെങ്കിൽ എന്താ പറയുക അഫിനിറ്റി ഓഫ് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ, റിഡക്ഷൻ ഇൻ ദ അഫിനിറ്റി ഓഫ് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരാൻ കാരണം, റെസിസ്റ്റൻറ്റ് ടു പെനിസിലിൻ ആൻഡ് സെഫാലോസ്പോറിൻ നമ്മൾ പറയാൻ കാരണം. നെക്സ്റ്റ് ഓർഗാനിസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാട്ട് ആർ ദ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ സ്റ്റെഫിലോക്കസ് ഓറിയസ്. ഫസ്റ്റ് ആൻറ്റിജൻ ഈസ് നോൺ ആസ് capsular polysaccharide antigen. It is seen surrounding the cell wall and inhibit opsonization and phagocytosis. ഇമ്മ്യൂണോളജിയിൽ പഠിക്കുന്ന പ്രധാന ടേമാണ് ഓപ്സണൈസേഷനും ഫാഗോസൈറ്റോസും. അപ്പോൾ ഓപ്സണൈസേഷനും ഫാഗോസൈറ്റോസിനും പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൻറ്റിജനാണ് capsular polysaccharide antigen. Then second antigen is known as peptidoglycan antigen. Peptidoglycan antigen provides rigidity to the cell wall and activates complement system and releases toxin. ദെൻ ടിക്കോയിക് ആസിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജൻ കമ്പോണൻ്റ് ആണ്. അതായത് അഡീഷൻ ഓഫ് കോക്കൈക്ക് വേറൊരു സെല്ലിന് മുകളിൽ അഡീഷൻ നടക്കാൻ സഹായിക്കുന്ന ടിക്കോയിക് ആസിഡാണ്. ദെൻ കോംപ്ലിമെൻറ്റ് മീഡിയേറ്റർ ഓപ്സണൈസേഷന് പിന്നെ ഓർഗാനിസത്തിനെ രക്ഷിക്കുന്നത് ആരാണ്, ടിക്കോയിക് ആസിഡാണ്. ദെൻ ക്ലംപിംഗ് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്.
അതായത് കൊയാഗുലേസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്റ്റെഫിലോക്കസ് ഓറിയസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. കൊയാഗുലേസ് ഈസ് ദ ക്ലംബിംഗ് ഫാക്ടർ ഓർ സർഫസ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ സ്റ്റെഫിലോക്കസ് ഓറിയസ്. ദാറ്റ് ഈസ് ദ enzyme present in the coagulase test, slide coagulase test. When saline suspension of Staphylococcus aureus is mixed on a slide, coagulase test എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാലൈൻ സസ്പെൻഷൻ എന്ത് ചെയ്യുക, ഒരു സ്ലൈഡിൽ നമ്മൾ മിക്സ് ചെയ്യുക വിത്ത് പ്ലാസ്മ. then after a few seconds the cocci become clumped, that is known as coagulase test. അപ്പോൾ സാലൈൻ സസ്പെൻഷൻ സ്റ്റെഫിലോക്കസ് ഓറിയസും പിന്നെ നമ്മുടെ 1 ഡ്രോപ്പ് ഓഫ് പ്ലാസ്മയുമായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ലൈഡിൽ മിക്സ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലംബിങ് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്, കൊയാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് എന്നർത്ഥം. അതായത് കൊയാഗുലേസ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ റുട്ടീൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്റ്റെഫിലോക്കസ് ഓറിയസ്. Then what are the different types of toxins produced by Staphylococcus aureus? The first toxin is known as hemolytic toxin. ഹീമോളൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനെ ലൈറ്റിക് നടത്തുന്ന ബ്ലഡ് സെൽസിലെ ഹീമോളൈറ്റിക് ടോക്സിൻ. ദ ഫസ്റ്റ് ടോക്സിൻ ഈസ് നോൺ ആസ് ആൽഫ ടോക്സിൻ. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് പാത്തോജനിസിറ്റി. അതായത് സ്റ്റെഫിലോക്കസ് ഓറിയസിന് ഡിസീസ് കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാരണക്കാരനാണ് ആൽഫ ടോക്സിൻ. അതായത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കൾച്ചേഴ്സ് അണ്ടർ അനൈറോബിക് കണ്ടീഷൻസ്. അനൈറോബിക് കണ്ടീഷൻസിലാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ടോക്സിൻ ഈസ് ടു ബി ഇനാക്ടിവേറ്റഡ് at 60 degrees Celsius and reactivated between 80 to 100 degrees Celsius. 60 ഡിഗ്രി സെൽഷ്യസിൽ ഇനാക്ടിവേറ്റ് ആവുന്നു, പക്ഷേ റീആക്ടിവേറ്റഡ് ബിറ്റ്വീൻ 80 to 100 degrees Celsius. എന്തുകൊണ്ടാണ് ആ റീആക്ടിവേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻസ് വിത്ത് ഹീറ്റ് ലബൈൽ ഇൻഹിബിറ്റർ വിച്ച് ഇസ് ഡീനാച്ചുറേറ്റ് at 100 degrees Celsius and leaving toxin free. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു, ഡീനാച്ചുറേഷൻ നടക്കുന്നു. ഇറ്റ് കമ്പൈൻ വിത്ത് ഹീറ്റ് ലെവൽ ഇൻഹിബിറ്റർ ആൻഡ് ഡീനാച്ചുറേറ്റ് at 100 degrees Celsius. 100 ഡിഗ്രി സെൽഷ്യസിൽ ഡീനാച്ചുറേഷൻ നടക്കുന്ന കാര്യം ടോക്സിൻ ഫ്രീ ആകുന്നു എന്ന് മനസ്സിലാക്കുക. ദെൻ ഇറ്റ് ഈസ് ടോക്സിക് ടു മാക്രോഫേജസ് ആൻഡ് ലൈസോസോംസ്. അപ്പോൾ മാക്രോഫേജസ് അതുപോലെ തന്നെ ലൈസോസോംസ് ഇമ്മ്യൂണോളജിയിലുള്ള സെൽസ് ആണ്. അപ്പോൾ മാക്രോഫേജസ് ആൻഡ് ലൈസോസോംസിന് എന്താണ്, അത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ബീറ്റ ടോക്സിൻ എക്സിബിറ്റ് ഹോട്ട് കോൾഡ് ഫിനോമിനൺ. സ്റ്റെഫിലോക്കസ് ഓറിയസിന് പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഹോട്ട് കോൾഡ് ഫിനോമിനൺ. ദ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി ബിഗിൻ at 37 degrees Celsius and evident only on chilling. That phenomenon is known as hot cold phenomenon. ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി 30 ഡിഗ്രിയിൽ തുടങ്ങും, പക്ഷേ the evident only on chilling process. Then third toxin is known as gamma toxin. Gamma toxin is antigenic antibody to it detected in patients with deep-seated Staphylococcus aureus. ഡീപ്-സീറ്റഡ് സ്റ്റെഫിലോക്കസ് ഓറിയസ് ഇൻഫെക്ഷൻസിലുള്ള ആളുകൾക്കാണ് നമ്മൾ ഗാമ ടോക്സിൻ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. ഗാമ ടോക്സിനുമായി ബന്ധപ്പെട്ട ആൻറ്റിജനുമായി ബന്ധപ്പെട്ട ആൻറ്റിബോഡി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഡീപ്-സീറ്റഡ് സ്റ്റെഫിലോക്കസ് ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിനെ അത് മനസ്സിലാക്കുക. ദെൻ ഡെൽറ്റ ടോക്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ RBC, WBC, മാക്രോഫേജസ്, പ്ലേറ്റ്ലെസ്, ഇതിലാണ് കാര്യമായിട്ട് എന്ത് ചെയ്യണത്, ഡെൽറ്റ ടോക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ ല്യൂക്കോസിഡിൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ല്യൂക്കോസിഡിൻ കോസസ് ഡാമേജ് ടു പോളിമോർഫിക് സെൽസ് ആൻഡ് മാക്രോഫേജസ്. ല്യൂക്കോസിഡിൻ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സ്റ്റെഫിലോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് ല്യൂക്കോസിഡിൻ. പോളിമോർഫിക് സെൽസിനും മാക്രോഫേജസിനും ഡാമേജ് വരുത്തുന്നതാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി. ദെൻ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ, അതായത് ടോക്സിൻ റെസ്പോൺസിബിൾ ഫോർ സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം. എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ ടോക്സിൻ റെസ്പോൺസിബിൾ ഫോർ സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം? ദ ആൻസർ ഈസ് ദാറ്റ് എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ. വാട്ട് ഈസ് നോൺ ആസ് സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം? It is an exfoliative skin disease where outer layer of epidermis gets separated from the underlying tissue. ഒരു സ്കിൻ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. തൊലിയൊക്കെ അടർന്നു പോരുന്ന അസുഖത്തെയാണ് എന്ത് പറയുക, സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം. ക്യാപിറ്റൽ ലെറ്ററിൽ 4 S ആയിട്ടാണ് നമ്മൾ ഈ അസുഖത്തെ നമ്മൾ പറയാറ്. എക്സാമിന് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം, അതായത് ഔട്ടർ ലെയർ ഓഫ് എപ്പിഡെർമിസ് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം അണ്ടർലൈങ് ടിഷ്യൂസ്. ഇതാണ് സ്റ്റെഫിലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം.
നെക്സ്റ്റ് പോയിന്റ് എൻഡറോടോക്സിൻസ്. എൻഡറോടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെഫിലോക്കൽ ഫുഡ് പോയ്സണിങ് ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. സ്റ്റെഫിലോക്കസ് ഓറിയസ് മൂലം ഫുഡ് പോയ്സണിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ടോക്സിൻ വഴിയാണ്? എൻഡറോടോക്സിൻ വഴിയാണ്. ഈ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ടോക്സിനാണ് മനസ്സിലാക്കുക. 100 ഡിഗ്രി സെൽഷ്യസിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ഫോർ 10 to 14 മിനിറ്റ്സ്. 10 to 14 മിനിറ്റ്സിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എൻഡറോടോക്സിൻസിന് കഴിവുണ്ട്. 8 ടൈപ്പ് ഉണ്ട്. B, C1, C2, C3, D, E and H. Then it acts on autonomous nervous system to cause illness. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. Then they cause some illness. Then the tests like latex agglutination test and ELISA is used for the detection of enterotoxins present in Staphylococcus aureus. Then toxic shock syndrome toxin. എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. TSST, toxic shock syndrome toxin. It is responsible for the disease toxic shock syndrome. അതെന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇറ്റ് ഈസ് ദ സ്ട്രെയിൻസ് പ്രൊഡ്യൂസിങ് ഇറ്റ് ബിലോങ്സ് ടു ഫേജ് ഗ്രൂപ്പ് 1. അപ്പോൾ ഫേജ് ഗ്രൂപ്പ് 1ലുള്ള സ്ട്രെയിൻസ് ആണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ദ 90% ഓഫ് സ്ട്രെയിൻസ് പ്രൊഡ്യൂസിങ് toxic shock syndrome are isolated from vagina of patients of toxic shock syndrome. അതായത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം വന്നിട്ടുള്ള പേഷ്യൻസിൻ്റെ വജൈനയിൽ നിന്നാണ് 90% സ്ട്രെയിൻസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. ദിസ് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെൻസ്ട്രേഷൻ ആൻഡ് സം ഫ്രം അതർ സൈറ്റ്സ്. അപ്പോൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖമുള്ള സമയത്ത് പേഷ്യൻസിൻ്റെ വജൈനയിൽ നിന്നാണ് നമ്മൾ 90% സ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യണത്? ഐസൊലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. Then what are the enzymes produced by Staphylococcus aureus? The first one is the most important enzyme in the case of Staphylococcus aureus, that is known as coagulase enzyme. Coagulase enzyme which clots human plasma. One of the important property of coagulase enzyme is that which clots human plasma, then act with the coagulase reacting factor present in plasma. Plasmയിൽ present ആയിട്ടുള്ള coagulase reacting factor, that is known as CRF. കൊയാഗുലേസ് റിയാക്റ്റീവ് ഫാക്ടറിനോട് കൂടിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടാണ് കൊയാഗുലേസ് കാണപ്പെടുന്നത്. ദെൻ ഇറ്റ് ബൈൻഡ്സ് ടു പ്രോത്രോംബിൻ ആൻഡ് കൺവേർട്ട് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. പ്രോത്രോംബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള CRFനോട് കൂടിയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കൊയാഗുലേസ് എൻസൈം കാണപ്പെടുന്നത്. ദാറ്റ് കൺവേർട്ട് എന്താണ്? ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. Then the coagulase enzyme is produced during the log phase of the growth. Log phase-ലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8 coagulase ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. Then most human strains produce coagulase A. ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ട്രെയിനാണ് coagulase A എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Then what are the difference between two types of coagulase, free coagulase and bound coagulase? Important ആണ് free coagulase and bound coagulase. Then free coagulase is secreted freely into the medium, but bound coagulase is constituent of the cell wall and is always bound with the cell wall. Then free coagulase requires the help of coagulase reacting factor. Then bound coagulase does not depend on coagulase reacting factor. Then free coagulase are 8 types are identified. Then bound coagulase only one type is there. Then free coagulase heat labile toxin. Then bound coagulase is heat stable in nature. Then the next enzyme is known as lipases. Lipases, what is the importance of lipases? They degrade lipid and help in infecting skin and subcutaneous tissue. അപ്പോൾ സ്കിന്നിനെ ഇൻഫെക്റ്റ് ചെയ്യാനും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെ ഇൻഫെക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ലിപ്പിഡിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിപ്പേസസ് എൻസൈം. ദെൻ ഹയാലുറോണ്ടേസ് എൻസൈം. ഹയാലുറോണ്ടേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ബ്രേക്ക് ഡൗൺസ് ദ കണക്റ്റീവ് ടിഷ്യൂ ബൈ ഹൈഡ്രലൈസിങ് ഹയാലുറോണിക് ആസിഡ്. ഹയാലുറോണിക് ആസിഡിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ദാറ്റ് ബ്രേക്ക് ഡൗൺ ദ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഫെസിലിറ്റേറ്റ് ടു സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ. അപ്പോൾ ഹയാലുറോണിക് ആസിഡിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഹയാലുറോണിക് ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈമാണ് ഹയാലുറോണ്ടേസ് എന്ന കാര്യം മനസ്സിലാക്കുക. Then the last enzymes are nucleases and fibrinolase enzyme. Nucleases, they degrade nucleic acid. Then fibrinolytic enzyme, they forming fibrinolytic activity and helps to spread the infections. These are the main type of enzymes present in Staphylococcus aureus.
So anyway, thank you. These are the topics covered in our part 1. Then next topic is covered in the part 2. So thank you for watching this channel BioGlobe. Please share and subscribe the channel. Bye.